റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയുടെ 30 ദിവസത്തെ അടിയന്തര വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതോടെ പന്തിനി അക്ഷരാർത്ഥത്തിൽ റഷ്യയുടെ കോർട്ടിൽ തന്നെയാണ്. എന്നാൽ അതിനിടയിലും ആളാവാനുള്ള വലിയ ശ്രമവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നുണ്ട്. കാരണം ആഗോള സമാധാന നിർമ്മാതാവ് എന്ന നിലയിൽ തന്റെ പദവി ഉറപ്പിക്കുക ട്രംപിന് അത്യന്താപേക്ഷിതമാണ്. റഷ്യ വെടിനിർത്തൽ നിരസിച്ചാൽ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ട്രംപ് സൂചന നൽകുന്നതായാണ് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്തമായ നടപടികൾ പരിഗണനയിലുണ്ടെന്നാണ് ട്രംപിന്റെ പരാമർശം. സൗദി അറേബ്യയിൽ യുക്രൈൻ അമേരിക്ക പ്രതിനിധികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ സമ്മതിച്ച 30 ദിവസത്തെ വെടിനിർത്തലിനെ പിന്തുണയ്ക്കുന്നതിൽ റഷ്യ പരാജയപ്പെട്ടാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് ട്രംപിനോട് ആവശ്യപ്പെട്ടതോടെ റഷ്യയെ സാമ്പത്തികമായി ലക്ഷ്യം വെക്കാമെന്നാണ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയിരിക്കുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും അത് നടപ്പിലാക്കാൻ യൂറോപ്പ് തയ്യാറാകണമെന്നും ഫ്രാൻസ് പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർനു പാരീസിലെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് പ്രസിഡന്റിന്റെ ഭീഷണി വന്നിരിക്കുന്നത്. നിലവിൽ വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള റഷ്യയുടെ പ്രതികരണത്തിനായി അമേരിക്കയും യുക്രൈനും യൂറോപ്പും കാത്തിരിക്കുകയാണ്. ഈ ആഴ്ചയുടെ അവസാനത്തോടെ അമേരിക്കൻ പ്രതിനിധികൾ വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടിയന്തര വെടിനിർത്തലിനെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യം ക്രെംലിൻ ഇതുവരേക്കും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. പുടിൻ വിസമ്മതിച്ചാൽ ശക്തമായ നടപടികൾ പ്രതീക്ഷിക്കാമെന്നും ഉപരോധങ്ങളെക്കുറിച്ചും യുക്രൈനെ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ഇനി സംസാരിക്കേണ്ടത് എന്നും കൂടിക്കാഴ്ചയ്ക്കിടെ വ്ളോഡിമിർ സെലൻസ്കി പറയുകയുണ്ടായി. വെടിനിർത്തൽ സംബന്ധിച്ച് തനിക്ക് പോസിറ്റീവ് സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഈ ആഴ്ച അവസാനത്തോടെ റഷ്യയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ റഷ്യയോട് മുട്ടാനുള്ള ധൈര്യം ട്രംപിന് എന്തായാലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് വ്ളാഡിമിർ പുടിൻ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരിട്ട് പറയാതിരുന്നതും റഷ്യക്കെതിരെ ദോഷകരമായ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലെന്ന മുൻകൂർ ജാമ്യം കൂടി എടുത്തിരിക്കുന്നത്. മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇതെന്നും ട്രംപിന് നന്നായി അറിയാം. യൂറോപ്പിലെ 5 പ്രമുഖ സൈനിക ശക്തികളായ ബ്രിട്ടൻ, ജർമ്മനി, ഇറ്റലി, പോളണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാർ പാരീസിൽ യോഗം ചേർന്ന് ഒരു ഒത്തുതീർപ്പ് ധാരണയായാൽ യുക്രൈനിൽ സമാധാനം ഉറപ്പാക്കുന്ന ഒരു ആശ്വാസ സേന രൂപീകരിക്കുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. വെടിനിർത്തൽ പ്രതീക്ഷ നിലനിൽക്കെ യുക്രൈന്റെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സ്ഥിരമായി സുരക്ഷിതമാക്കുന്ന 30,000 വരെ ഉദ്യോഗസ്ഥരുടെ ഒരു സേനയെ സംഭാവന ചെയ്യാൻ 15 രാജ്യങ്ങൾ തയ്യാറാണെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതേസമയം സമാധാന സേനാംഗങ്ങളെ പിന്തുണയ്ക്കുന്നതിന് അമേരിക്ക ഒരു ബാക്ക് സ്റ്റോപ്പ് ഗ്യാരണ്ടി നൽകണമെന്ന് രാജ്യങ്ങൾ ഊന്നി പറഞ്ഞു. അമേരിക്കയും യുക്രൈനും ഒപ്പുവെക്കാൻ പോകുന്ന ധാതുക്കളുടെ കരാർ അപര്യാപ്തമാകുമെന്ന് സൂചന നൽകി. അമേരിക്ക ഉറപ്പു നൽകുന്ന സേനയിൽ ഒരു പങ്ക് വഹിക്കണമെന്ന് ബ്രിട്ടൻ ആഗ്രഹിക്കുന്നുവെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറയുകയുണ്ടായി. ഒരു ധാതു കരാർ യുക്രൈനിന് സുരക്ഷാ ഗ്യാരണ്ടിയായി മാറുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് നമുക്കൊരു വെടിനിർത്തൽ ലഭിക്കുന്ന പ്രക്രിയയിലേക്കുള്ള ചുവടുവെപ്പാണെന്നാണ് ഹീലി പ്രതികരിച്ചത്. കഴിഞ്ഞ വർഷം യുക്രൈൻ അപ്രതീക്ഷിതമായി കടന്നുകയറിയ കുർസ്ക് മേഖലയിലേക്ക് പുടിൻ ആദ്യമായി സന്ദർശനം നടത്തുന്നത് റഷ്യൻ സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്തിരുന്നു. സൈനിക വേഷം ധരിച്ച് തന്റെ സൈന്യം പ്രദേശം പൂർണ്ണമായി മോചിപ്പിക്കുന്നതിന്റെ വക്കിലാണെന്ന് അന്ന് പുടിൻ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ യൂണിറ്റുകൾ നേരിടുന്ന എല്ലാ പോരാട്ട ദൗത്യങ്ങളും പൂർത്തീകരിക്കപ്പെടുമെന്നും കുർസ്ക് മേഖലയുടെ പ്രദേശം ഉടൻ തന്നെ ശത്രുക്കളിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിക്കപ്പെടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുമാണ് പുടിൻ പറഞ്ഞത്. റഷ്യൻ സൈന്യം യുക്രൈനിന്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ റഷ്യൻ വാസസ്ഥലമായ സുട്ഷയുടെ മധ്യ സ്ക്വയറിൽ പ്രവേശിച്ചിട്ടുണ്ട്. റഷ്യൻ സ്റ്റേറ്റ് ടിവിയിൽ പുടിന്റെ പ്രസ്താവനകളുടെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തതിന് മിനിറ്റുകൾക്ക് ശേഷം യുക്രൈന്റെ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് ആയ ഒലക്സാണ്ടർ സിർസ്കി രാജ്യത്തിന്റെ നഷ്ടം കുറയ്ക്കുന്നതിനായി തന്റെ സൈന്യം പിന്നോട്ടു പോകുകയാണെന്ന് അറിയിച്ചിരുന്നു. റഷ്യൻ സൈന്യത്തോട് പൊരുതുന്ന സൈനികരുടെ പരമാവധി ജീവൻ രക്ഷിക്കുക എന്ന കാരണത്താൽ സെലൻസ്കിയും ഒരു സംഘടിത പിൻവലിക്കലിനെ കുറിച്ച് സൂചന നൽകിയിരുന്നു. കഴിഞ്ഞ മാസം ഗാർഡിയന് നൽകിയ ഒരു അഭിമുഖത്തിൽ റഷ്യ കൈവശപ്പെടുത്തിയ യുക്രൈനിന്റെ പ്രദേശങ്ങൾക്കായി കുർസ്ക് മേഖലയിലെ തങ്ങളുടെ കൈവശമുള്ള പ്രദേശം കൈമാറാൻ യുക്രൈൻ ആഗ്രഹിക്കുന്നുവെന്ന് സെലൻസ്കി പറയുകയുണ്ടായി. എന്തായാലും യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല. മാക്രോണും മറ്റുള്ളവരും നിസ്സംശയമായും യുക്രൈനിനെ ലൈഫ് സപ്പോർട്ടിൽ നിലനിർത്താൻ തിരശീലയ്ക്ക് പിന്നിൽ കാര്യമായി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. മികച്ച ഒരു അവസരത്തിനായി കാത്തിരിക്കുമ്പോൾ തന്നെ യുക്രൈൻ പാശ്ചാത്യരുമായി രാഷ്ട്രീയവും സാമ്പത്തികവുമായ ബന്ധം നിലനിർത്തും. കാരണം അവരുടെ തന്ത്രം വ്യക്തമാണ്. ട്രംപിനെ പിന്തിരിപ്പിക്കുക, 2029 സംഘർഷം വീണ്ടും ആളിക്കത്തിക്കുന്ന ഒരു പുതിയ അമേരിക്കൻ ഭരണകൂടത്തിനായി പ്രവർത്തിക്കുക. ഈ പാശ്ചാത്യ വഞ്ചന നന്നായി അറിയാവുന്ന പുടിൻ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്.